വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മാറാത്തവനുമാകുന്ന സർവശക്തനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി 1 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം ഇവിടെ വായിക്കുന്നു. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ആർക്കാണ് ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നത്? അതിൻ്റെ 2 വാക്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ന്യായപ്രമാണത്തിന് കീഴിൽ അല്ലെങ്കിൽ ദൈവവചനത്തിന് കീഴിൽ അനുസരണമുള്ളവരായി ദൈവവചനത്തിന് കീഴിൽ സമർപ്പിക്കപ്പെടുന്നവർക്കാണ് ഇപ്രകാരമുള്ള അനുഗ്രഹം ലഭ്യമാകുന്നത് എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് പ്ലാന്റ് യുവർ സെൽഫ് ഇൻ ഗോഡ്സ് വേർഡ്. ദൈവവചനത്തിന് അടിസ്ഥാനമായി നമ്മളെ തന്നെ നടപ്പെടുക. അപ്പോൾ ദൈവവചനത്തിനനുസാരമായി നമ്മളെ തന്നെ നടുന്നവരായി, നമ്മളെ തന്നെ ഒരുക്കുന്നവരായി നാം തീരുമെങ്കിൽ നമ്മളിൽ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ എന്ത്? നമുക്കറിയാം, എല്ലാ സംസ്കാരങ്ങളുടെയും ഉറവിടം, എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടം നദീതീരങ്ങളിലാണ്. കാരണം നദീതീരങ്ങൾ ഫലപുഷ്ടിയുള്ള സ്ഥലങ്ങളാണ്. നദീതീരങ്ങൾ അനുഗ്രഹത്തിൻ്റെ റിസോഴ്സുകൾ ധാരാളമുണ്ട്. അപ്പോൾ നദീതീരങ്ങളിൽ അങ്ങനെയുള്ള റിസോഴ്സുകൾ ഉള്ളതുപോലെ തന്നെ ആത്മീകൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിവൃദ്ധിക്ക്, ആത്മീക അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം? 1, അവൻ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ സന്തോഷിക്കണം. 119 സങ്കീർത്തനം അതിൻ്റെ 47 വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിൻ്റെ കൽപ്പനകളിൽ പ്രമാണിക്കുന്നത് കൊണ്ട് അവ എനിക്ക് പ്രിയമാകുന്നു. അപ്പോൾ കൽപ്പനകളെ പ്രമാണിക്കുക, അതിനെ അനുസരിക്കുക, അതിനുവേണ്ടി ജീവിക്കുക. പിന്നെയും 72 വാക്യം വായിക്കുമ്പോൾ, 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമമാകുന്നു. അപ്പോൾ ന്യായപ്രമാണം ജീവനും ചൈതന്യവും നൽകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആശ്രയിക്കുക. വീണ്ടും 97 വാക്യം, നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയമാകുന്നു, ഇടവിടാതെ അതെൻ്റെ ധ്യാനമാകുന്നു. അത് ന്യായപ്രമാണം ജീവിതത്തിൽ എപ്പോഴും ധ്യാനിക്കുക. ദൈവവചനത്തിലും ലോകചരിത്രത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനുഷ്യർക്കിഷ്ടമുള്ളത് അവർ എപ്പോഴും ഉരുവിടുകയും സംസാരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ധനത്തിനു വേണ്ടി ശ്രമിക്കുന്നു. ആത്മികനാകുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവവചനം ഹൃദയത്തിൽ ധ്യാനിക്കുന്നവരായി ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കണം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വായിപ്പാൻ ഇടയായി തീർന്നു. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവവചനം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു. എന്നാൽ ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവമേ അരുളി ചെയ്യണമേ, ഞാൻ കേൾക്കാമെന്നുള്ള വാഞ്ചയോടെ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും
ഫലകരമായ ജീവിതത്തിനായി നാം നമ്മെ തന്നെ ഒരുക്കേണ്ടുന്നത് ആവശ്യമാണ്. കണ്ടീഷൻസ് ഫോർ ഫ്രൂട്ട്സ് ബെയറിങ്. ഫലം കായ്ക്കാൻ വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കണം. അതിനുവേണ്ടി നാം എന്താ ചെയ്യേണ്ടുന്നത്? ഒന്ന്, സ്പിരിച്വൽ റിസപ്റ്റിവിറ്റി. ആത്മീകമായി ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുക. മത്തായിയുടെ സുവിശേഷം 13-23 നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടത് വചനം കേട്ട് ഗ്രഹിക്കുന്നതും 30, 60, 100 മേനി ഫലം കായ്ക്കുന്നതും ആകുക. അപ്പോൾ നല്ല നിലത്ത് വിതയ്ക്കപ്പെടാനായി നാം നമ്മെ തന്നെ ക്രമീകരിക്കുക. നല്ല ഫലം കായ്ക്കേണ്ടതിനായി നാം നമ്മെ തന്നെ ഒരുക്കുക. രണ്ടാമതായി, ഡെത്ത് ഓഫ് ഓൾഡ് ലൈഫ്. പഴയ മനുഷ്യനെ നാം ഒഴിഞ്ഞുകളക. യോഹന്നാൻ്റെ സുവിശേഷം 12 അതിൻ്റെ 24 വായിക്കുമ്പോൾ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ അത് അധികം ഫലം കായ്ക്കും, തനിയെ ഇരിക്കുന്നുവെങ്കിലോ അതിന് പ്രയോജനം ലഭ്യമാകുന്നില്ല. അപ്പോൾ നമ്മളുടേതാകുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പ്രയോജനം തന്നെന്ന് തോന്നുന്നതും നമുക്ക് ഗുണകരമായി തീർന്നതുമാകുന്ന പലതും ദൈവവചനത്തിന് യോഗ്യമല്ലാത്തതാണെങ്കിൽ അതിനെ വിട്ടുകളയുവാനുള്ള ആത്മീയ വ്യഗ്രതയും വാഞ്ചയും നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ പഴയതിനെ ഉരിഞ്ഞു കളവാൻ, പഴയതിനെ മാറ്റിക്കളയുവാൻ, പഴയതിൽ നിന്ന് ജീവിതത്തെ എടുത്തു മാറ്റി പുതിയതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നാം ദൈവത്താൽ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി, യോഹന്നാൻ്റെ സുവിശേഷം 15 കായ്ക്കുന്നതധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. അപ്പോൾ എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുരടിപ്പുകൾ അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സാധാരണ നിലകളിൽ മാത്രം നാം ഫലം കായ്ക്കുന്നവരായി തീരുന്നുവെങ്കിൽ, ഒരുപക്ഷെ സാധാരണ നിലകളിൽ ഫലം കായ്ക്കുമ്പോൾ നമ്മൾക്ക് ചിലതൊക്കെ പ്രയോജനമെന്ന് തോന്നുന്നത് നമ്മുടെ മുമ്പിൽ ഉണ്ടായെന്ന് വന്നേക്കാം. എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ, അല്പം ഫലമുള്ളതാണെങ്കിൽ പോലും അധികം ഫലം കായ്ക്കേണ്ടതിന് ക്രമീകരിക്കുവാൻ ഒരു ദൈവഭക്തൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മളിൽ കഴിയാത്തൊരു പ്രശ്നം, അത് സ്വല്പം ഫലം കായ്ക്കുന്നുണ്ടല്ലോ, 1-2 ഫലം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ. എന്നാൽ ആവശ്യമില്ലാത്തതിനെ എടുത്തു മാറ്റുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. നാലാമതായിട്ട്, എബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വസിക്കുക. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ നാം യോഹന്നാൻ്റെ സുവിശേഷം 15 അതിൻ്റെ 5 അങ്ങനെയാണ് പറയുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആത്മീക ജീവിതത്തിൽ, ആത്മീകമായ വളർച്ചയോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ അത് ദൈവത്തോട് മാത്രമുള്ള ബന്ധം പുലർത്തി ജീവിക്കുന്നവർക്ക് മാത്രമേ കഴിയൂ. പിന്നെയും ഞാനിവിടെ പറയുന്നത് 92 സങ്കീർത്തനം അതിൻ്റെ 14 വായിക്കുമ്പോൾ, ദൈവത്തിൽ വസിക്കുന്ന ഒരു ദൈവപൈതൽ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചും പച്ച പിടിച്ചും പുഷ്ടി പ്രാപിച്ചും നിലനിൽക്കും. അപ്പോൾ ഒരിക്കലും ഫെയ്ഡായി പോകത്തില്ല, അല്ലെങ്കിൽ നാം എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ശോഭ മങ്ങിയവരായി തീരത്തില്ല. വാർദ്ധക്യത്തിലും പച്ച പിടിച്ചും പുഷ്ടി പ്രാപിച്ചും ഇരിക്കും. ഇന്ന് വാർദ്ധക്യ രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം ഫെയ്ഡായി പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ നിലനിൽക്കണമെങ്കിൽ നാം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി ചെയ്യണം. എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരണം. പിന്നെയും 103 സങ്കീർത്തനം 5 വായിക്കുന്നു, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. നമ്മുടെ ജീവിതത്തിൽ യൗവനം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പുതുക്കമുള്ളവരായി തീരണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കണ്ട്, ഓളങ്ങൾ കണ്ട്, പ്രതികൂലങ്ങൾ കണ്ട് പലപ്പോഴും തളർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുക. പിന്നെയും യെരമ്യാ പ്രവചനം 7 അതിൻ്റെ 8 വായിക്കുമ്പോൾ, അവൻ വെള്ളത്തിനരികെ നടപ്പെട്ടിരിക്കുന്നതും ഉഷ്ണം തട്ടുമ്പോൾ വാടാത്തതുമാകുന്ന വ്യക്തിയായിത്തീരും. പിന്നെയും എസെക്കിയേൽ പ്രവചനം 47 അതിൻ്റെ 12 വായിക്കുമ്പോൾ, നദീതീരത്ത് നടപ്പെട്ടിരിക്കുന്ന വൃക്ഷം ഓരോ സമയങ്ങളിലും പുതിയ ഫലങ്ങൾ കായ്ക്കുന്ന വ്യക്തിയായിത്തീരും. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ നടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളാകുന്ന
നൽകുന്ന ആത്മീയ നിലവാരങ്ങളെ പുറപ്പെടുവിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ശക്തീകരിക്കും. ആയതിനാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതയാത്ര ഫലകരമായി കഴിപ്പാൻ തക്കവണ്ണം ദൈവത്തോട് ചേർന്ന് നടപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ നാം തയ്യാറാകുമെങ്കിൽ ദൈവം ഫലകരമാകുന്ന ഒരനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുക തന്നെ ചെയ്യും. മേ ഗോഡ് ബ്ലസ് യു. സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന നിൻ്റെ ജനത്തിനായി സ്തോത്രം. നിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനത്തിന് കീഴിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗം നിൻ്റെ ജനത്തെ സഹായിക്കണം. അതിന് വിപരീതമായി പോരടിക്കുന്ന എല്ലാ ആധിപത്യങ്ങളെയും വിശ്വാസത്താൽ ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. സ്വർഗം മനസ്സറിയണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.